അപ്പോൾ എങ്ങനെയാ പോവാ അല്ലേ? ടുഡേ ഐ എം ഗോയിങ് ഫോർ വർക്ക് ഫ്രം ദേര. മൈ പേരൻസ് ലിവ് ഹിയർ ആൻഡ് ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഏയ്, ഞാൻ പണി നിർത്തി പോവല്ല കേട്ടോ. നാളെ മുതൽ ഒരു കുട്ടി വെക്കേഷൻ പോവാനുള്ള പ്ലാനാണ്. ഈ അടുത്തിടെയായിട്ടാണ് സെറ്റ് ദോശയോടുള്ള ക്രേസ് ഭയങ്കര എനിക്ക് കൂടിയത്. സോ വെനെവർ ഐ ക്രേവ് ഫോർ ഇറ്റ്, നമ്മുടെ ജസ്റ്റ് ബിസൈഡായിട്ട് നിൽക്കുന്ന ഈ റോയൽ പാർക്ക് റെസ്റ്റോറൻറ്റിൽ വരും. ഇവിടുത്തെ സെറ്റ് ദോശയും ഒരു ഗ്ലാസ് ചായയും, അരേ വാ, അത് വേറെ തന്നെ ഒരു വൈബാണ്. ദുബായ്, ഞാൻ വളർന്ന എൻ്റെ നാട്, മൈ സെക്കൻഡ് ഹോം. ഈ ഒരു കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ശരിക്കും നമ്മളെ സ്പോയിലാക്കും. മറ്റുള്ള ഏത് കൺട്രീസിലെ ആൾക്കാർ വന്നാലും പെട്ടെന്ന് മിങ്കിളാവാൻ പറ്റുന്ന നാട്. ദേര ഇസ് സച്ച് എ ഹോൾ എക്സ്പീരിയൻസ് ആൻഡ് ഹിറ്റ്സ് ഡിഫറെൻ്റ്ലി. ഈ ഒരു ക്രൗഡ് ആൻഡ് ആ ഒരു വൈബ് അത് വേറെ തന്നെയാണ്. എൻ്റെ സ്കൂളിംഗ് ആൻഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇവിടെയാണ്. ഓൾസോ ഈച്ച് സ്ട്രീറ്റ്സ് ആൻഡ് കോർണേഴ്സ് ഓഫ് ദേര ഹാവ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ടു സേ. ഒരു 10 AM തൊട്ട് 2 AM വരെ ഇവിടെ ഫുൾ ലൈവ്ലിയാണ്. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൈ പിടിച്ച് ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും നടക്കുമ്പോഴും I never thought back in those days that I would walk independently across the same street to go to work like I am walking today. That transition of my life always make me proud of myself. മെട്രോയിലെ തിക്കിലും തിരക്കിലും നാം പലപ്പോഴും ആലോചിക്കാറുള്ളതാണ്, എത്ര ഫേസസ്, എത്ര ഹാർഡ് വർക്ക്സ്, എത്ര ലൈഫ്സാണ് ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്നത്. ഓരോ മുഖവും പുതിയതാണ്. ചിലത് എപ്പോഴോ കണ്ടതും, ചിലത് കണ്ടു മടുത്തതും, ചിലത് കാണാനേ ആഗ്രഹിക്കാത്തതും. ഫോർ എക്സാമ്പിൾ, ടിക്കറ്റ് ഇൻസ്പെക്ടർ. നമ്മൾ ടാപ്പ് ചെയ്താൽ പോലും അയാളെ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു ബേജാറാണ്. പിന്നെ എങ്ങുമില്ലാത്ത കൺഫ്യൂഷൻ, ടാപ്പ് ചെയ്തോ ചെയ്തില്ലേ, കാർഡ് വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേ, അങ്ങനെ എന്തൊക്കെയോ. ശരിക്കും ഈ ട്രാവൽ ചെയ്യുന്ന ഓരോരുത്തർക്കും പല കഥകളും ഉണ്ടാവുമല്ലേ? വിശപ്പിൻ്റെ കഥ, സർവൈവലിൻ്റെ കഥ, ഹോപ്പിൻ്റെ കഥ, അച്ചീവ്മെൻറ്റ്സിൻ്റെ കഥ, സക്സസ് ആൻഡ് ഫെയിലിയേഴ്സിൻ്റെ കഥ, അങ്ങനെ പലതും. ഇത്രയും ആൾക്കാർ അവരുടെ റെസ്പെക്റ്റീവ് കമ്പനീസിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും കമ്പനീസിന് ഇവിടെ ദുബായ് പോലൊരു സ്വപ്ന ലോകത്ത് വളരാൻ പറ്റുന്നത്. ഓൾസോ ദാറ്റ് വി ബോത്ത് ഓഫ് ദം ആർ ബെനിഫിറ്റഡ്. ശരിക്കും UAEയുടെ പെട്ടെന്നുള്ള ഈ ഒരു ഗ്രോത്ത് is such an inspiration, അല്ലേ? ആരെയും സ്വപ്നം കാണാൻ കൊതിപ്പിക്കുന്ന നാടാണിത്. വളരാനും വളർത്താനും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യുന്ന നാട്. ഇവിടെ ആർക്കും സമയമില്ല. മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ നടക്കുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ഒരു ഗോസിപ്സും ഇല്ല. ഈറ്റ് പ്രേ ലവ് എന്ന് പറയണ പോലെ ഈറ്റ് വർക്ക് സ്ലീപ്പ് ആൻഡ് റിപ്പീറ്റ്. ഒത്തുപിടിച്ചാൽ മലയും പൊക്കാമെന്നാണല്ലോ. ശരിക്കും അത് തന്നെയാണ് ദുബായ് നമ്മെ പഠിപ്പിക്കുന്നതും, അത് തന്നെയാണ് ദുബായിൻ്റെ സ്ട്രെങ്ത്തും. അങ്ങനെ ഇതാ ഞാൻ 7ാം കടലും താണ്ടി എൻ്റെ വർക്ക് പ്ലേസിൽ എത്താൻ പോവുകയാണ്. ഇനിയൊരു 2 minutes ട്രാം റൈഡ് കൂടെ. ദിസ് ദേര ടു JBR എന്ന് പറയുന്ന ആ ഒരു ട്രാവൽ ജേർണി, ഇറ്റ്സ് ടു എക്സോസ്റ്റിംഗ്, എസ്പെഷ്യലി ഡ്യൂറിങ് പീക്ക് അവേഴ്സ് ലൈക്ക് മോർണിംഗ് 9 ആൻഡ് ഈവനിങ് 6. ഹോ, അത് പറയാൻ പറ്റില്ല. JBR is totally different from Dera. You can say just the opposite. Defined by luxury lifestyle, expensive accommodation, growing real estate, European-friendly neighborhood, and a very luxe community. And also one of the most tourist attracted places in Dubai.
ഞാൻ നേരത്തെ ധൈര്യ പറഞ്ഞതുപോലെ തന്നെ JBR is also having a very different vibe. ഇതും ഡിഫറെൻ്റ് ആണ്, അതും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്ക് ഈ രണ്ട് പ്ലേസസും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റും. That's where we say Dubai is just magical. ഇക്കൊല്ലം എത്ര പെട്ടെന്നാ തീർന്നതല്ലേ. ആക്ച്വലി ഞാൻ ആനുവൽ ലീവ് എടുക്കാൻ ദിസ് ഇയർ നല്ലോണം ലേറ്റായി. എല്ലാവരും വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ വെക്കേഷന് പോണത്. ഐ എം ആക്ച്വലി വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് ഇയേഴ്സ് വെക്കേഷൻ. കുറേ എക്സൈറ്റിംഗ് ഹാപ്പനിങ്സ് ഉണ്ടാവും ഇൻഷാല്ലാ, ഇഫ് എവറിത്തിങ് ഗോസ് ഫൈൻ. എല്ലാം അങ്ങനെ ഇപ്പം തന്നെ പറയുന്നില്ല. ഞാൻ ഡെയിലി മോർണിംഗ് വരുമ്പോൾ എന്നോട് ചിരിച്ച് സലാം പറയുന്നൊരു ബയ്യുണ്ട്. മൂപ്പറിന്ന് ലീവാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ ഫൈനലി ഞാൻ എത്തി. നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരം ടയറിംഗ് ആണ്, especially in this summer season. So if you have watched me so far, thank you and welcome to my YouTube channel, Dazi Diaries. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ഈവൻ ദോ ഐ ആം പാഷനേറ്റ് ഓൺ ഡൂയിങ് സംതിങ് ക്രിയേറ്റീവ്, ഐ ഹാവ് നോ ലെസ് ലവ് ഫോർ മൈ പ്രൊഫഷൻ. വർക്ക് പ്രഷർ ഉണ്ടെങ്കിൽ കൂടി ഐ എൻജോയ് ഇറ്റ് എ ലോട്ട്. ഇമെയിൽസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്ത് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അസൈൻ ചെയ്തതിന് ശേഷം ഇൻവെൻട്രി സ്റ്റോക്സ് ഒക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ആകണം. ഇതാണ് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ. നോർമലി മോർണിംഗിൽ അങ്ങനെ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെയുള്ള അപ്പോയിൻമെൻറ്റ്സ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ആയിരിക്കും. അങ്ങനെ അതും ഒരു വഴിക്ക് നടക്കും. ഇതൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങും. ഞാൻ ലഞ്ച് ബ്രേക്കിന് പോകും, ചെറിയ എന്തെങ്കിലും സാൻഡ്വിച്ച്. സോ ഇങ്ങനെയൊക്കെയാണ് എ ഡേ അറ്റ് മൈ വർക്ക് ലൈഫ് ആൻഡ് ഐ എം സൈനിങ് ഓഫ് ടുഡേ ഫോർ വെക്കേഷൻ. So I am ending my kutti vlog with കുറച്ച് സങ്കടം and കുറേ excitements. Stay tuned for my next vlog and subscribe to my YouTube channel. Bye bye.